അസ്സലാമലൈക്കും. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് സ്നേഹം. പണ്ടൊരു നാട്ടിൽ ഒരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. ഒരു ദിവസം കർഷകൻ ഭക്ഷണം കഴിക്കുവാനായി വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. ആരുമില്ലേ ഇവിടെ? കർഷകൻ ഭാര്യയോട് പറഞ്ഞു, നീ പോയി ആരാണെന്ന് നോക്കിയിട്ട് വാ. ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ 4 യുവാക്കൾ. ഭാര്യ ചോദിച്ചു, ആരാ നിങ്ങൾ? എന്തിനു വന്നു? ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ പേരാണ് സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം, കൂടെ നല്ല ഭക്ഷണവും. പക്ഷേ ഞങ്ങളിൽ ഒരാളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഭാര്യ അകത്തേക്ക് പോയി ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് ധനത്തെ വിളിച്ചാലോ? നാം നമ്മുടെ കഷ്ടപ്പാടെല്ലാം പോയി കിട്ടുമല്ലോ. കർഷകൻ ഭാര്യയോട് പറഞ്ഞു, വന്നത് സാധാരണക്കാരല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. കർഷകൻ ഭാര്യയോട് പറഞ്ഞു, നീ പോയി സ്നേഹത്തെ വിളിച്ചോണ്ട് വാ. ഭാര്യ മനസ്സില്ലാ മനസ്സോടെ പോയി സ്നേഹത്തെ വിളിച്ചോണ്ട് വന്നു. പിന്നാലെ സമാധാനവും കയറി. അത് കണ്ട ഐശ്വര്യം ഓടിക്കേറി. ധനം പറഞ്ഞു, ഇവർ 3 പേരും പോയിട്ട് ഞാനിവിടെ നിന്ന് എന്തു ചെയ്യാനാ? ധനവും ഉള്ളിലേക്ക് കയറി. കർഷകൻ വലിയ പണക്കാരനായി സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? സ്നേഹം എവിടെയുണ്ടോ അവിടെ സമാധാനം, ഐശ്വര്യം, ധനം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നാം എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കുക. നന്ദി.